ജഗദീഷേട്ടാ ഈ താക്കോലുമായി നടക്കുന്ന ജഗദീഷേട്ടനെ കണ്ടിട്ടുണ്ട്, കയ്യിൽ മാൻഡ്രിക്കിന്റെ പ്രതിമയുമായി നടക്കുന്ന ജഗദീഷേട്ടനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പോസ്റ്ററിന്റെ ടൈറ്റിൽ ഒരു മോതിരമാണ് ഈ വട്ടം ജഗദീഷേട്ടൻ കൊണ്ടുനടക്കാൻ പോകുന്ന അല്ല, മോതിരം ഒരു കഥാപാത്രമാണ്. ഇതില് ഒരു ഓബ്ജക്ട് എന്നതിനപ്പുറം ഒരു കഥാപാത്രമാണ്. മോതിരത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. മോതിരത്തിന്റെ പേരിലുള്ള വഴക്കുകളുണ്ട്, മത്സരമുണ്ട്, യുദ്ധമുണ്ട്. അതാണ് വാർ. ഇപ്പൊ യുദ്ധമാണ്, ഒരു തരത്തിലൊരു യുദ്ധമാണ്, ഒരു തരത്തിലൊരു അടിപിടി എന്ന് പറയാം, കടിപിടി എന്ന് പറയാം. ഈ പൂച്ചകൾ തമ്മിലൊക്കെ അല്ലേ കടിപിടി എന്ന് പറയുന്നത്. അതേപോലെ പൂച്ചകൾ തമ്മിലുള്ള ആ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹ്യൂമർ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഒരു രണ്ട് വലിയ വന്യമൃഗങ്ങൾ തമ്മിലുള്ള അടിപിടിയെക്കാളും കോറൽ, അതാണ് ഇത് കോറൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് ഫൈറ്റ് എന്നതിനപ്പുറം ഒരു കോറൽ. ഞാൻ ഈ അടുത്തോട്ട് ഏറ്റവും അധികം ആസ്വദിച്ച ഒരു വീഡിയോ ആണ് ഈ വിമൻസ് കോളേജിൽ ജഗദീഷ് കുഞ്ചാക്കോ ബോബനോട് ഡാൻസ് കളിച്ച വീഡിയോ. അപ്പൊ അത് കാണുമ്പോൾ ഉള്ള ആശ്ചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മാറി വാനസിൽ പഠിക്കുമ്പോ ഗ്രൂപ്പ് ഡാൻസ് കളിച്ച് സെക്കൻഡ് വാങ്ങിച്ച ഒരു ജഗദീഷേട്ടനെ എനിക്കറിയാം. അപ്പൊ ആ മനുഷ്യനിൽ നിന്ന് ആ ഒരു ആളുകളെ കയ്യിലെടുക്കാനുള്ള ആ ഒരു പോരാട്ട വീര്യം ഉണ്ടല്ലോ, അതിപ്പോഴും ചോർന്നിട്ടില്ല എന്ന് പറയുന്നതില് തീർച്ചയായിട്ടും. കാരണം വെച്ചിരുന്നാല് നമ്മുടെ ഒരു എനർജി അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിനും അതിലും പൂർണ്ണമായിട്ട് മുഴുകുക എന്നുള്ളതാണ്. ആ സമയത്ത് വിമൻസ് കോളേജിൽ നമ്മുടെ ഓഫീസർ ആ സമയത്ത് വിമൻസ് കോളേജിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം അറിയാം. ചാക്കോച്ചൻ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിൽ ഞാൻ താളം ഇങ്ങനെ കളിച്ച് നിൽക്കുകയാണ്. ഒരു പോയിന്റിൽ മാത്രമാണ് വന്നിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ അത്രയും സ്പേസ് മതി എനിക്ക്. കൂടുതൽ നേരം ഡാൻസ് കളിച്ചാൽ ഓവർ ആകും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. ചാക്കോച്ചന്റെ കൂടെ അത്രയും നേരം ഡാൻസ് കളിക്കാൻ പാടില്ല. ആ തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതേ അവസരത്തിൽ ചാക്കോച്ചന് ഡാൻസ് കളിക്കാമെങ്കിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് നേരം ഡാൻസ് കളിക്കാം. അതിന് പവറെന്നോ വിഗറെന്നോ എനർജിന്നോ ഒക്കെ പറഞ്ഞ് ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. ആ എന്തിനു വേണ്ടി അവിടെ നമ്മൾ കൂടിയിട്ടുണ്ടോ അത് നിറവേറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പോയത് പ്രൊമോഷൻ വേണ്ടിയാണ്, അത് ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഡാൻസ് ശ്രദ്ധിക്കപ്പെട്ടതിലൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഒരു വലിയ വിജയമാണെന്ന ഒരു സെലിബ്രേഷൻ അതും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ എവിടെയും നമ്മൾ അടിസ്ഥാനപരമായി സിൻസിയർ ആവുക. ഈ ഇന്റർവ്യൂവില് നമ്മൾ സിൻസിയർ ആയാൽ ആ ഇന്റർവ്യൂ നന്നാവും. അതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് മുഴുകുക. വിഷ്ണുവിന്റെ ചോദ്യങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല മറുപടി നൽകാൻ ശ്രമിക്കുക. ആ ചോദ്യത്തിന്റെ സാങ്കത്യം മനസ്സിലാക്കി അതിൽ എല്ലാം അർപ്പിച്ച് നമുക്ക് രസകരമായിട്ടുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെക്കുറിച്ച് വിമർശിക്കുന്ന തരത്തിൽ ഒരു മറുപടി കൊടുക്കുമ്പോൾ എന്നിലെ ആക്ടർ ഇവിടെ ഞാനൊരു ഒരു നല്ല കാര്യത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാവുന്നു. അതാണ് ഞാൻ ഓരോ കാര്യത്തിലും, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആ ഒരു പ്രസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അതിൽ കൊച്ചു കാര്യം വലിയ കാര്യം എന്നില്ല. ആകാശവാണിയിൽ ഒരു ഇഷ്ടഗാനം അവതരിപ്പിക്കുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ അതേ പ്രാധാന്യം തന്നെ ഞാൻ കൊടുക്കും. അല്ലാതെ ആകാശവാണി എത്ര പേര് കേൾക്കാൻ എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒരു പത്രത്തിൽ വരുന്ന ഒരു ഇന്റർവ്യൂ അത് എത്രയോ പേര് വായിക്കുന്നതാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ നമ്മളെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു വഴിപാട് പോലെ എങ്ങനെയെങ്കിലും അത് തീർക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ആ ഇന്റർവ്യൂ നന്നായി വരണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു പരിധിവരെ സ്വാർത്ഥത എനിക്കുണ്ട്. അത് പറയുമ്പോഴാണ് ആകാശവാണിയിൽ ഇപ്പോൾ എ ഗ്രേഡ് ആർട്ടിസ്റ്റായി നിലനിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, ടോപ്പ് ആർട്ടിസ്റ്റായി നിലനിൽക്കുന്ന ഒരാളുള്ളൂ, അത് ജഗദീഷ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജഗദീഷ്. ഇപ്പോ കുറെ സീനുകളുള്ള ഒരു റോൾ, അങ്ങനെ വിളിക്കാം ഞാൻ ഈ റോളിനെ. അതിന് വേണ്ടി എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു സീനോ 2 സീനോ വേണ്ടി എടുക്കുന്ന സിനിമകളെ പോലെ ആവരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വായനയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ചർച്ചകളോ, ഇപ്പൊ സ്വയം ഒരു എഫേർട്ട് കൂടിയുണ്ട്. ഇപ്പോൾ സ്ത്രീധനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചകണ്ണമത്ത ജൻസൺ ചെയ്യുമ്പോഴോ ഒക്കെ ജഗദീഷന്റെ ഭാഗത്ത് ഒരു പുഷ് ഉണ്ട് അവിടെ, ഡെഫിനറ്റ്ലി ഉണ്ട്. അവിടെ ഒരു ഇംപ്രൊവൈസേഷൻ ഉണ്ട്, എഴുത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ സീൻ പ്ലേസ്മെന്റിലൊക്കെ ആയാലും. അതുപോലത്തെ ഒരു പുഷ് ഇപ്പോൾ പ്രശാന്തിലുണ്ടോ ഈ പരിവാർ ഉൾപ്പെടെയുള്ള സിനിമകൾ വരുമ്പോൾ? അല്ല, എനിക്ക് കാലാകാലങ്ങളായി ചെയ്തു വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റേതെനിക്ക് അന്ന് ചെല്ലുന്ന ദിവസത്തെ എന്താണോ അത് മാത്രം അറിഞ്ഞിട്ട് നമ്മുടെ പ്ലേസ്മെന്റ് എവിടെയാണെന്നോ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇതാണ് ഇന്ന് ചെയ്യേണ്ട പരിപാടി ഇതാണെന്ന് പറഞ്ഞിട്ട് 2-3
സീനുള്ള പടങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ പരിപാടി നടക്കുക. ഇപ്പം കുറച്ച് ലെങ്ത് കൂടിയപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടുന്നുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നത്തെ സംശയങ്ങൾ സംവിധായകരോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസ്. പിന്നെ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബോധപൂർവമായ ഒരു പ്രിപ്പറേഷൻ എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോലും അറിയാതെ നടക്കുന്നൊരു പ്രോസസ്സാണ്. അത് ഞാൻ എത്ര നന്നായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രയും നന്നായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ സംശയങ്ങളും സിനിമയുടെ കഥയിലെ സംശയങ്ങൾ മാത്രമല്ല, സിനിമയ്ക്കൊരു മീറ്ററുണ്ട്. സിനിമയുടെ മീറ്റർ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ സംവിധായകരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം അവരാണ് ആത്യന്തികമായി പറയാൻ പോകുന്നൊരു സിനിമ എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായി ക്ലാരിറ്റി ഉള്ള ആൾക്കാർ. അപ്പോൾ അവരോട് ചോദിച്ച് ആ മീറ്റർ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സംവിധായകർക്ക് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അവിടെ ഞാൻ ഇടപെട്ടു. ഇപ്പൊ പരിവാറിനൊരു 90s പ്രിയദർശൻ കൈൻഡ് ഓഫ് ഒരു മീറ്റർ ഉണ്ടല്ലോ. അതായത് കുറെ ഒരു കുടുംബം, അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ, എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുന്ന ഒരു സീനൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു സ്നിപ്പറ്റ് കണ്ടിരുന്നു പരിവാറിന്റെ. അപ്പൊ ആ ഒരു മീറ്റർ ആണോ, ആ പ്രിയദർശൻ മീറ്റർ പിടിക്കാം? ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിൽ കൺസീവ് ചെയ്ത മീറ്റർ അല്ല സിനിമയുടെ മീറ്റർ. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, സമാനമായ സീനുകൾ നമ്മൾ മനസ്സിൽ കൺസീവ് ചെയ്യല്ലേ, ഇത് ഇങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകണം, അതിന് ഇങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യേണ്ടത്. പക്ഷെ ആ രീതിയിലല്ല അതിനെ ഫഹദും ഉത്സവവും ട്രീറ്റ് ചെയ്തേക്കുന്നു. ഒന്നാമത് മൂവ്മെന്റ് ഷോട്ടുകൾ ഇതിനകത്തില്ല, സ്റ്റാറ്റിക് ആണ്. അവർക്ക് ഒരു വീടിനകത്തോട്ട് ക്യാമറ വെച്ചിട്ടുള്ള പോലെ തോന്നിയാൽ മതി. അല്ലാതെ ഇമോഷൻസ്, ഇപ്പൊ ഹ്യൂമർ പറയാൻ വേണ്ടി ഒരു സാധനം ഇങ്ങനെ ചാർജ് ചെയ്ത് വന്നിട്ട് ഒരു ഇമോഷൻ ഉണ്ട്, അങ്ങനത്തെ പരിപാടികളൊന്നും അവരുടെ പ്ലാനിലേ ഇല്ല. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ച് ആ പെർഫോമൻസിന്റെ മീറ്റർ പോലും അവരാണ്, അവരുടെ ഡിസിഷനിലാണ് പോയേക്കുന്നത്. ചില സാധനങ്ങൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അതാണ് ചേട്ടാ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലൊരു സാധനം സെറ്റ് ചെയ്യും. വേറൊരു സിനിമ അവർ വേറൊരു മീറ്റർ പറയും, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയാം. അപ്പം നമ്മൾക്ക് അതിലൊക്കെ നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിനെ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറയുന്ന പോലെ ഇതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർക്കാണല്ലോ ഫൈനലി ഇതെന്തായി തീരും എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുള്ള വ്യക്തികൾ. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസും പുതിയൊരു അറിവും അതാണ്. ഇനി അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃത്യമായ ജഡ്ജ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ആരുടെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു ശരി, നമ്മളുടെ ജഡ്ജ്മെൻ്റ് ആണോ അവരുടെ ജഡ്ജ്മെൻ്റ് ആണോ, നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള സിനിമയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണോ. കൃത്യമായിട്ട് ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്ത വൈബിന്റെ ആൾക്കാരാണ്. നമ്മള് തന്ത വൈബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇമ്പോസ് ചെയ്യാൻ നോക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. അപ്പം ഫഹദ് ഉത്സവം നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പ്രിയദർശൻ സിനിമകളുടെ ഒക്കെ ആ പാറ്റേണിലുള്ള പുതിയ സംവിധായകർ ചിന്തിച്ച് കൊണ്ടുവന്ന ഒരു പുതിയ ആഖ്യാന രീതി ആയിരിക്കാം ഇതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, അവരതിന് മറുപടി തന്നുകൊണ്ടേയിരുന്നു. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിലെ ക്യാരക്ടർ. അവിടെയാണ് ഈ ആക്ടിങ്ങിന്റെ കൂട്ടലും കുറക്കലും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ജഗദീഷ് ചേട്ടാ, ഇപ്പൊ ഇവിടെ ഞാൻ അവരോട് ചോദിച്ചു ഏത് റേഞ്ചിലുള്ള ജഗദീഷ് ചേട്ടനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ വലിയ ആക്ടേഴ്സിനൊക്കെ പറ്റി പറഞ്ഞിരുന്ന പോലത്തെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ ജഗദീഷ് ചേട്ടനെ ഉപയോഗിക്കാം. നെടുവിനൊക്കെ പണ്ട് ആറ്റിക്കുറുക്കി ഉപയോഗിച്ചിരുന്നു സംവിധായകർ എന്നൊക്കെ പറയുന്നത്. ജഗദീഷ് ചേട്ടനെ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് മീറ്ററിലേക്ക് വിടാം. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 90s ഒരു ജഗദീഷ് ചേട്ടനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഫിസിക്കാലിറ്റി കൊണ്ട് അത്രയും ഓവറല്ല, ഇപ്പൊ കൈകളോ കാലുകളിലോ ചലനങ്ങൾ കൊണ്ട് ഓവറല്ല, പക്ഷെ മുഖം കൊണ്ട്. ഇപ്പൊ എനിക്കൊരു സീൻ കാണിച്ചു തന്നു, ഇപ്പൊ എത്ര പൊറോട്ട വാങ്ങണം എന്ന് ചോദിക്കുന്ന ഒരു സീനിനകത്ത് പണ്ടത്തെ ജഗദീഷ് ചേട്ടനുണ്ട്, മുഖത്ത് ജഗദീഷ് ചേട്ടനുണ്ട്, എന്നാൽ ശരീരം കൊണ്ട് ജഗദീഷ് ചേട്ടൻ ഇപ്പത്തെ ജഗദീഷ് ചേട്ടനാണ് താനും. ആ മീറ്റർ എത്രമാത്രം എൻജോയ് ചെയ്തു? അല്ല, ഇതിനകത്ത് അതില് 90s എന്നോ 2025 എന്നോ ഒന്നും നോക്കാതെ ഹ്യൂമറിന് സാധ്യത ഉള്ളിടത്ത് നമ്മൾ ഹ്യൂമറസ് ആയിട്ട് പെർഫോം ചെയ്യാം. അതിനകത്ത് കാലത്തിൻ്റെതായിട്ടുള്ള അഭിനയത്തിൽ മാറ്റമുണ്ട്. പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റം, കഥാപാത്രങ്ങളുടെ പ്രായം അതും കൂടെ നോക്കണം. നമ്മളിപ്പോ ഇന്ന് ഞാൻ അപ്പുക്കുട്ടൻ അവതരിപ്പിക്കുമ്പോൾ അപ്പുക്കുട്ടന്റെ പ്രായം കൂടെ കണക്കിലെടുക്കണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോബനും മോളിയും എല്ലാ കാലത്തും ഒരേ പ്രായം എന്ന് പറഞ്ഞ പോലെ അത് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പ്രായം കൂടെ കൂടിയ കാര്യം മനസ്സിൽ ആൾക്കാർ എന്തായിരുന്നാലും അവരുടെ മനസ്സിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 4 പേരും കൂടെ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ നടന്നാൽ അതിന് കുറച്ചുകൂടെ ലോജിക്ക് കൊണ്ടുവരണം. അന്നത്തെ കാലത്ത് അത് വേണ്ട, ഞങ്ങൾ പൂവാലന്മാരാണ്, ആ പ്രായമാണ്. ഇന്ന് അത് കൊണ്ടുവരുമ്പം ആ പ്രായത്തിലുള്ള പെൺകുട്ടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവരെന്തോ ആണ് ഇത് കാണിക്കുന്നത്.
ഒരു ചൊല്ലുണ്ട്, കന്ന് കളിച്ചാൽ കൊള്ളാം കാള കളിച്ചാൽ കൊള്ളാമോ എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു പ്രായത്തിനനുസരിച്ച് കുറച്ചൊക്കെ അഭിനയത്തിൽ ഒരു കൺട്രോൾ വേണം. അപ്പൊ ഇതിനകത്ത് 90s ഒന്നും നോക്കാതെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ അതിൽ ഹ്യൂമർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രശാന്ത് പറഞ്ഞ വളരെ കറക്റ്റാ. ഉത്സവം ഫഹദും അവര് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ലേറ്റസ്റ്റ് ഉണ്ട്, കുറച്ച് പഴയതുണ്ട്, കുറച്ച് ഇതിൻ്റെ ഇടയിലുള്ള പീരീഡ് ഉണ്ട്. അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. പല സീനിലും ഇത് മതിയോ ഇതാണോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റാണ്, ഇത് അങ്ങോട്ട് ചെയ്താൽ മതി, ഓക്കെ ഞങ്ങൾ അനുസരിക്കുന്നു. ഞങ്ങൾ ഡബ്ബിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഹ്യൂമർ കൂട്ടണം, കൈ നിടണോ, ഔട്ട് ബ്ലോക്കിലെങ്കിലും കൈ ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും ചെയ്യണ്ട. പടം ഏകദേശം ഒരു ഫോമിൽ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു മ്യൂസിക് കുറച്ചുകൂടെ വേണ്ടേ, അവിടെ ഹ്യൂമറസ് ആക്കാൻ കുറച്ചുകൂടെ മ്യൂസിക് വേണ്ട 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 അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മ്യൂസിക്കാണ് ബിജിബാൽ തന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ 100% ഹാപ്പിയാണ്. അപ്പം അതിൽ അവരുടെ കോൺഫിഡൻസിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അവർ കൺഫ്യൂസ്ഡ് ആവുന്നില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചിരുന്നാലും അവർ കൺഫ്യൂസ്ഡ്, നോ 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 ഇത് മതി. ഞങ്ങൾ ആഗ്രഹിച്ച എഡിറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, ക്യാമറ വർക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ച മ്യൂസിക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ച ആക്ടിങ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ റീടേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സീൻ ഓക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് പറഞ്ഞു ഇന്നലത്തെ ചേട്ടൻ്റെ 2 ഷോട്ട് ഞങ്ങൾക്ക് ഒട്ടും ഹാപ്പിയല്ല, ചേട്ടൻ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണെന്നോ മോശമാണെന്നോ ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വന്നിട്ടില്ല. ഇല്ല 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 ഇപ്പോഴും ഈഗോ സത്യസന്ധമായിട്ടും എനിക്ക് ഈഗോ ഹർട്ടായില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിടിച്ചോ, ഞാൻ അതൊക്കെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കും. ഒരു റീടേക്ക് പറഞ്ഞിരുന്നാലും ഒരു സംവിധായകൻ പറഞ്ഞിരുന്നാല് എനിക്ക് റീടേക്ക് പറഞ്ഞാൽ ഞാനത് എൻ്റെ മുന്നിൽ ഒരു ചലഞ്ചാണ്. എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് അടുത്ത ഒരു ടേക്ക് കൊടുക്കാൻ പറ്റും. ഡബ്ബിങ്ങിലൊക്കെ ആണെങ്കിൽ ഇവർ 2-3 ടേക്ക് വേണമെന്ന് പറയുന്നതാണ് എനിക്ക് ത്രില്ല്. കാരണം ദ ബെസ്റ്റ് അവർക്ക് പിന്നീട് സെലക്ട് ചെയ്യാമല്ലോ. ഇപ്പൊ അപ്പൊ തന്നെ എല്ലാം ഇപ്പൊ ഡബ്ബിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന 2-3 ടേക്ക് എല്ലാം ഒന്നും ഇറേസ് ചെയ്ത് പോകുന്നില്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഓക്കെ എന്ന് തോന്നുന്ന പിന്നീട് പ്ലേസ് ചെയ്യുമ്പോൾ മറ്റ് നല്ല ട്രെൻഡാണല്ലോ എന്നവർക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ ഡബ്ബിങ്ങിൽ 2-3 വെർഷൻ എടുത്തു വയ്ക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും ഞാൻ അങ്ങോട്ട് പറയാം ഒരെണ്ണം കൂടെ ഓക്കെ ആണ്, എന്നാലും ഒരെണ്ണം കൂടെ തരട്ടെ, തന്നോളൂ എന്ന് പറയും. തന്നിട്ട് അവർ പറയും ചേട്ടന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് എടുത്തത്, പക്ഷെ പ്രീവിയസ് ടേക്ക് ഞങ്ങൾ ഓക്കെയാണ്, അതിൽ ഹാപ്പിയാണ്, ഇതായിരിക്കും ഞങ്ങൾ വയ്ക്കാൻ പോകുന്നത് എന്ന് പറയും. ഇതിൽ അപൂർവമായിട്ട് ഒരു സിറ്റുവേഷനിൽ മാത്രം ഇവർ പറയുന്ന ഡയലോഗ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അവിടെ മാത്രമാണ് ഒരു ചെറിയ തർക്കം ഈ സിനിമയിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡയലോഗ് ഇന്ന രീതിയിൽ കൂടെ എടുത്തു വയ്ക്കൂ. കമ്മ്യൂണിക്കേഷൻ ഒരു ഡയലോഗിൻ്റെ കാര്യമാണ്, ഒരു സ്വത്തിൻ്റെ കാര്യം എനിക്കൊന്നും കിട്ടിയില്ല എന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് എൻ്റേതായിട്ടുള്ള രീതിയിലും കൂടെ എടുത്തു വയ്ക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നിയത് നമ്മൾ തർക്കിച്ച് അത് ഒരു കാരണവശാലും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനലിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ വെർഷനാണ് അവർ വച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് ഈഗോ ഒന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ ഇതില് അത് ഒരു സന്ദർഭമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ പറഞ്ഞാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തർക്കിച്ച വെൽക്കം ടു കൊടൈക്കനാലില് ഞാൻ മരിക്കുന്നതായിട്ടാണ് എഴുതി വെച്ചിരുന്നത് ഡെന്നിച്ചായൻ. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, കാരണം അതുവരെ ഇങ്ങനെ പോയിട്ട് അവസാനം മരണം വേണ്ട, എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അമേരിക്കയിൽ കൊണ്ടുപോകുന്നതായിട്ടൊന്നും നമുക്ക് എടുത്തു വയ്ക്കാന്ന് പറഞ്ഞു. വലിയ വഴക്കായി, തർക്കമായി. ഡെന്നിച്ചായൻ പറഞ്ഞു അത് പറ്റൂലടാ, അത് മരിക്കണം, അതാണ് എൻ്റെ തീരുമാനം. ഞാൻ പറഞ്ഞു ഡെന്നിച്ചായ ഒരു കാര്യം ചെയ്യും, നമുക്ക് മറ്റൊരു എടുത്തു വെക്കാം. എടുത്തു, രണ്ടുപേരും, ഒന്ന് മരിക്കുന്നതായിട്ട് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതായിട്ട് എടുത്തു. 2 ക്ലൈമാക്സ് എടുത്തു വെച്ചു. എന്നിട്ട് അവസാനം ഡെന്നിച്ചായൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു എടാ അവസാനം നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകുന്ന വയ്ക്കാടാ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഈഗോ ഇല്ല, അനിൽ ബാബുമാരാണ് സംവിധായകര്. അപ്പൊ അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ തർക്കിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അവരോട് സംവിധായകരോട് ഒരു കാര്യമേ പറയാറുള്ളൂ, എഡിറ്റിംഗ് ടേബിളിൽ ഒരിക്കലും ഒരു ആക്ടർ വരില്ല. എന്തായാലും ഞാനും പ്രശാന്തൻ ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ പോയിട്ടില്ല, പോകുകയില്ല. അവിടെ ചെന്ന് എങ്ങനെയാണ് എഡിറ്റിംഗ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇരിക്കില്ല. അത് സംവിധായകന്റെ ജോബാണ്. എഡിറ്ററും സംവിധായകനും കൂടെ ഇരിക്കേണ്ടതാണ്, അവിടെ ആക്ടർക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഞങ്ങൾ വരില്ല. അപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചേക്ക്, ആവശ്യമുള്ള എടുത്തോ, പിന്നെ അവിടെ ചെന്ന് അത് എടുത്ത് വയ്ക്കാമായിരുന്നു എന്ന് തോന്നരുത് എന്ന് എപ്പോഴും ഞങ്ങൾ പറയും. അപ്പം അങ്ങനെ ഈ ക്ലൈമാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് ശരിയാണോ ആര് പറയുന്നത് ശരിയാണെന്നുള്ള കാര്യത്തിൽ തർക്ക വിഷയമാണ്. വന്ദനത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ പ്രിയനും ഞാനും കൂടെ വലിയ തർക്കമായിരുന്നു. അവസാനം ലാലും ഹീറോയിനും ഒന്നിക്കണമെന്നായിരുന്നു എൻ്റെ പക്ഷം, പ്രിയനും ഹനീഫ് കയ്ക്കും അത് ഒന്നിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഒരുപാട് ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ തർക്കിച്ചെന്നു. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം വിശ്വസിക്കുന്നു
ആ റിയൂണിയൻ വേണമായിരുന്നു എന്നാണ്. വേണമായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ടെൻഷനുള്ള പടത്തിൽ എൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് അനീഫ് ഖാൻ പ്രിയനും പറഞ്ഞത് ചിത്രത്തിൽ കണ്ടോ, നീ കണ്ടോ എന്താണ് ചിത്രത്തിൽ അവസാനം എല്ലാവരും കണ്ട പിന്നെ എനിക്ക് എന്നെ കൊല്ലാതിരുന്നൂടെ എന്നുള്ള ചോദിക്കുമ്പോൾ എന്തൊരു സെന്റിമെന്റ്സ്. ഞാൻ പറഞ്ഞ അത് അതുവരെ മുഴുവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ലാസ്റ്റിൽ കുറച്ചൊരു നൊമ്പരം, അതുകൊണ്ടാണ് അത് വിജയിച്ചത്. വന്ദനത്തിൽ അങ്ങനെയല്ല. ഈ നെടുമുടി വേണുവിന്റെ റിവെഞ്ച് എന്നൊക്കെ പറയുന്ന ടെൻഷനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഹ്യൂമന്റെ ഇടയിൽ. അപ്പൊ അവസാനമെങ്കിലും ഒരു റിലീഫ് പ്രേക്ഷകർ ആഗ്രഹിക്കും. അവിടെയും അത് പ്രിയന്റെ ഒരു ക്രൂര വിനോദമാണ്. എനിക്കിപ്പോഴും അഭിമന്യുവില് ക്ലൈമാക്സില് ഹാപ്പി എൻഡിങ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ അതെ, ഞാൻ മോഹൻലാലിന് ഒറ്റ കൊടുക്കുന്നു, അവരെ പോലീസ് പിടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എൻ്റെ കഥാപാത്രത്തിന് അന്നത്തെ പ്രേക്ഷകർക്ക് ഭയങ്കര ദേഷ്യമായി മോഹൻലാലിന് ഒറ്റ കൊടുത്ത്. അത് അതിന്റെ ആവശ്യം അല്ല, അതിന്റെ റിയാക്ഷൻ ഇല്ല. എന്നാൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടെൻഷനായി പോയി. അത് ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് എന്താ കുഴപ്പം? അന്നത്തെ കാലത്ത് പ്രിയദർശന് MT സാറിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഈ ലോഹിദാസിനും ഞാൻ തുറന്നു പറയാണ്, MT സാറിന്റെ പല കഥാപാത്രങ്ങളും ട്രാജിക് എൻഡിങ് ആണ്. ആലോചിച്ച് നോക്കിക്കോളൂ. മുറപ്പെണ്ണ് എന്താണ് ക്ലൈമാക്സ്? ലൂസർ, ഇരുട്ടിന്റെ ആത്മാവ് ലൂസറാണ്. MT സാറിന്റെ കഥാപാത്രങ്ങൾ മുറപ്പെണ്ണിലെ ബാലൻ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഏതാ ഫീമെയിൽ വെർഷൻ. അപ്പൊ നോക്കിക്കോളൂ, എല്ലാത്തിലും പരാജയമാണ്. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, നസീർ സാറിന്റെ കഥാപാത്രം സിറ്റിയിലേക്ക് പറിച്ചു നടുമ്പോൾ സ്വന്തം സഹോദരി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. അവസാനം പിന്നെ ആ സഹോദരി എന്നെ മരിച്ചു പോവാണ്. പിന്നാലെ നസീർ സാർ ഓടുമ്പോൾ ആ സഹോദരി കാറ് കയറി മരിക്കുകയാണ്. ട്രാജഡി, അട്ട ട്രാജഡി അല്ലേ? MT സാറിന്റെ അന്നത്തെ നെടുലാട്ടം ഭയങ്കര ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ എടുത്തു നോക്കൂ. എല്ലാം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓളവും തീരവും. അവസാനം ഈ നായികയെ കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? വടക്കം വീരഗാഥ. പിന്നെ അവസാനം ഒരു പ്രായമായതിനു ശേഷമല്ലേ നക്ഷത്രങ്ങൾ ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് പിന്നെ ഒരു സുഹൃതം, അതിനേക്കാളും ഒക്കെ സതയം എന്തൊരു ട്രാജഡിയാണ്. നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ തളർത്തിക്കളയും. പിന്നെ അവസാനം വന്ന മറ്റേ സുഹൃതം. അപ്പൊ MT സാറിന്റെ സ്വാധീനം ലോഹിതദാസിനും പ്രിയദർശനും ഉണ്ട്. അവസാനം പ്രേക്ഷകരെ ഒന്ന് കരയിച്ചിട്ട് വിടുക എന്നുള്ളത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അവസാനം പ്രേക്ഷകരെ ഹാപ്പി ആക്കണം. സച്ചി പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ്. സംവിധായകൻ സച്ചി പറഞ്ഞിട്ടുണ്ട് അവസാനം നായകൻ വില്ലൊടിക്കണം എന്നുള്ളത്. എന്തൊരു അത് വളരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ്. അവസാനം ഒരു പ്രതീക്ഷയുടെ ഒരു പൈങ്കിളിയൊന്നും ആക്കണ്ട, ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു നാളം കൊടുത്തിരുന്നാൽ നമുക്ക് ഒരു ഹൃദയം നിറഞ്ഞിറങ്ങിപ്പോവാം. നിറമിച്ച് എല്ലാം തകർന്ന്, എല്ലാം നന്മയുടെ പ്രതീകമായിട്ടുള്ള നായകനെല്ലാം തകർന്ന് ലൂസറായി നിൽക്കാൻ നേരത്ത് പിന്നെ നമ്മളുടെ നന്മയ്ക്ക് എന്താ പ്രസക്തി? ജീവിക്കുമ്പോൾ ഈ നന്മയുള്ളവനൊക്കെ ഇതേ വരുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് വരും. ഹോപ്പ് വേണമല്ലോ. ആ ഹോപ്പ് വേണം. ചിത്രത്തിൽ പോലും ആ കുട്ടിയെ സേഫ് ഹാൻഡ്സിൽ എത്തിച്ചിട്ടാണ് നായകൻ. പൊന്നാരൻ തോട്ടത്തെ രാജാവ് ഞാൻ വളരെയധികം തർക്കിച്ചാണ്. എൻ്റെ കുട്ടി മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദൈവത്തോർത്ത് മരിക്കുന്നത് വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അത് ആ പടത്തിന് ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അപ്പം ഞാനിതിനകത്ത് അത് പറയുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ പൈങ്കിളിയാണെന്ന് പറയും. പൈങ്കിളി എല്ലാം ഹാപ്പി എൻഡിങ് അല്ല. ജീവിതത്തിൽ എല്ലാം ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിക്കും. ജീവിതത്തിൽ ഹാപ്പി എൻഡിങ് അല്ല. അതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. സിനിമ കാണാൻ പോകുമ്പോൾ ആണ് കുറച്ച് പ്രതീക്ഷ ഉള്ളത്, ഇത്തിരി മനസ്സമാധാനം. അപ്പൊ ഈ ഓവർ ഡോസ് ഓഫ് ഇതാണെങ്കിൽ ശരി, MGRന്റെ സിനിമകളിലെല്ലാം തന്നെ ഇനിയിപ്പോ ഇതിന്റെ ടൈറ്റില് ജഗദീഷിന് ഹാപ്പി എൻഡിങ് വേണം ജഗദീഷിന് ഹാപ്പി എൻഡിങ് വേണം സംവിധാനം. അത് ഹാപ്പി എൻഡിങ് അല്ല. അപ്പൊ അവനെ ഇടണ്ട, വെട്ടിക്കള. ഹാപ്പി എൻഡിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. അത് ശരിയോ തെറ്റെന്നുള്ള ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്. പ്രിയദർശൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ലോഹിദാസ് ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ആഗ്രഹം അതൊക്കെ ഒരു പോസിറ്റീവ് എൻഡിങ്ങിൽ, ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോയിരുന്നെങ്കിൽ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഷേക്സ്പിയറിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ഉണ്ട്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഹാപ്പി എൻഡിങ് ആണ്. കോമഡി ഓഫ് എറേഴ്സ് ഹാപ്പി എൻഡിങ് ആണ്. ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഹാംലെറ്റും ഉണ്ട്, മാക്ബത്തും ഉണ്ട്. ഇതെല്ലാം സക്സസ് ആയ സംഭവങ്ങളാണ്. ഒഥല്ലോ ട്രാജഡിയാണ്, അങ്ങേ അറ്റത്തെ ട്രാജഡിയാണ്. അപ്പൊ ഈ ട്രാജഡി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും. റോമിയോ ആൻഡ് ജൂലിയറ്റ് ട്രാജഡിയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടെങ്കിൽ ആ നന്മയുടെ വിജയത്തിന് ഒരു സൂചനയെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ എന്നിലെ പ്രേക്ഷകൻ ഹാപ്പി ആവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഷേക്സ്പിയർ ചെയ്ത തെറ്റ്. ഷേക്സ്പിയറിനെ ചോദ്യം ചെയ്ത് ജഗദീഷ്.
പരിവാറിൽ അങ്ങനെയുള്ള ഇപ്പൊ 90s ഈ പ്രിയദർശൻ രാജസേനൻ സിനിമകളിലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സും കൂടി ഫ്രെയിമിൽ ഇങ്ങനെ വന്നിട്ടുള്ള ചിരി, അതൊരു സന്തോഷമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. അത് പരിവാറിൽ കിട്ടുമോ? അത് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അത് ഒരു പരിധിവരെ കൊണ്ടെത്തിയിട്ട് പക്ഷെ അതിനെ തകിടം മറിക്കുന്ന ടൈലന്റ് ചിലപ്പോൾ വന്നിരിക്കും. ഓക്കെ ഫൈൻ. ഈ ഇപ്പം 2 പേരോടും ചോദിക്കട്ടെ, 2 പേരും ആ വിധത്തിൽ അതിന്റെ പ്രതിനിധികളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മാർക്കോയിൽ നായകൻ വില്ലന്റെ നെഞ്ചു തുരന്ന് ഹൃദയം പുറത്തേക്ക് എടുക്കുകയാണ്. പണിയിൽ 2 വില്ലന്മാരെയും പൊട്ടിച്ചിതറിച്ച് മാംസകഷ്ണങ്ങളാക്കുകയാണ്. വൈറസിന്റെ 2 അറ്റങ്ങളാണ് ആ 2 സിനിമകളുള്ളത്. അപ്പോൾ ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനോടായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ ഇത്രയധികം ഡീറ്റെയിലിങ്ങുകൾ വരുന്നത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കുട്ടികളിൽ വയലൻസ് പടർത്തുന്നുണ്ട്. നമ്മൾ കുട്ടികൾ വയലന്റ് ആവുന്നതിന്റെ വാർത്തകൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, റാഗിങ്ങിലൂടെയും പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തിട്ടും അങ്ങനെ പല വിധത്തിൽ. ആ വിധത്തിൽ വയലൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഉണ്ടാവണ്ടേ? അത് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാല് മാർക്കോയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ചെയ്തെല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കൈകാര്യം ചെയ്യും. പക്ഷെ എല്ലാ ചോദ്യത്തിനും ഏറ്റവും നയതന്ത്രമായും മറുപടി പറയുന്ന ഒരാളാണ്. അതാണ് ഞാൻ ഒന്ന് മാർക്കോയില ചെയ്തു കഴിഞ്ഞു, ടോണി ഐസക്ക്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി എന്താ ഈ വയലൻസ് ഒക്കെ കാണിക്കുന്നത്, ദ്രോഹമല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാ ഇയാൾ അഭിനയിച്ചത് അതിൽ എന്ന് ചോദ്യം വരും. അപ്പൊ എനിക്കതിന്റെ ഉത്തരവാദിത്വം അങ്ങനെ ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല. അപ്പൊ പക്ഷേ കുട്ടികൾ അതില് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തുമെന്ന് സൈക്കാട്രിസ്റ്റുകൾ പറയുന്നു അല്ലേ? അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ കഴിയുന്നതും അതുകൊണ്ടാണ് അഡൽട്സ് ഒള്ളിയും സ്ട്രിക്ട്ലി ഫോർ അഡൽട്സ് ഒള്ളിയൊക്കെ പറയുന്നത്. അപ്പൊ കുട്ടികളെ കാണിക്കാതിരിക്കാൻ പേരൻസ് ശ്രദ്ധിച്ചാൽ പോരെ? കുട്ടികളെ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുന്ന പാരൻസിനെ നമ്മൾ കുറ്റപ്പെടുത്തണ്ടേ കുറച്ച്, ഒരു പരിധിവരെയെങ്കിലും. സ്ട്രിക്ട്ലി ഫോർ അഡൽട്സ് ഒള്ളി എന്ന് 10 പ്രാവശ്യം അനൗൺസ് ചെയ്തു. ഞാൻ തന്നെ പ്രൊമോഷനിൽ 10 പ്രാവശ്യം പറഞ്ഞു ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഓഫ് ഇന്ത്യ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ടും കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ അക്രമവാസന വേണമെങ്കിൽ വന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന പാരൻസ് അല്ലേ? അപ്പൊ പാരൻസിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഇങ്ങനെ ഭയങ്കര അതിനാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 16+, 15+, 17+ എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞിരുന്നാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മലയാളം സിനിമയിൽ നിന്ന് ഈ വയലൻസ് ഒക്കെ മാറ്റി നിർത്തിയാലും ഇംഗ്ലീഷ് സിനിമയിലും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും വയലൻസ് വരുന്നുണ്ട്, OTT-യിലൊക്കെ വരുന്നുണ്ട്. അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിനിമ അൾട്ടിമേറ്റ്ലി ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ സംവിധായകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതിനെ എതിർക്കാനുള്ള ചില കാര്യങ്ങൾ, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കുന്നു എന്നാണ് സെൻകുമാർ സാർ അന്ന് പറഞ്ഞത്. ഇതൊക്കെ പുതിയ രീതിയിലുള്ള ക്രൈം നടത്താൻ അവരെ പ്രേരിപ്പിക്കും എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പറഞ്ഞു, അതിനെ എതിർത്ത് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഏത് ക്രൈമും എവിടെന്നെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ തന്നെ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൈം ചെയ്യുന്നുണ്ട് ഡ്രഗ്സ് കഴിച്ചിട്ട്. അപ്പൊ നമ്മൾ 10 പ്രാവശ്യം എഴുതി കാണിക്കുന്നുണ്ട് ഡ്രഗ്സ് കഴിക്കരുതെന്ന്. ഡ്രഗ്സ് ഹാനികരമാണെന്ന് 10 പ്രാവശ്യം നായകന്മാരെ വിട്ടും സിനിമാ താരങ്ങളെ വിട്ടും ആദ്യം പറയിക്കുന്നുണ്ട്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമ്മൾ പറയിക്കുന്നുണ്ട്. പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സിനിമയിൽ തന്നെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന സീനുകളിലെല്ലാം തന്നെ എക്സ്ട്രാ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? ഇല്ല. അവർ വീണ്ടും സിഗരറ്റ് വലിക്കുന്നുണ്ട്, ആൾക്കാർ വീണ്ടും മദ്യം കഴിക്കുന്നുണ്ട്. സർക്കാർ തന്നെ മദ്യം കൊടുക്കുന്നുണ്ട്, സർക്കാരിൻ്റെ തന്നെ ഔട്ട്ലെറ്റിലൂടെയാണ് മദ്യം കൊടുക്കുന്നത്. ഇതെല്ലാം നടന്നു പോകുന്നുണ്ട്. അപ്പോൾ മാത്രം പഠിക്കേണ്ടതില്ല. അതെ, ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ എന്നോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ട് ഇത് സമൂഹത്തെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിവരമുണ്ട്, സിനിമയായിട്ട് കാണാനും അല്ലാതായിട്ട് കാണാനും അവർക്ക് അറിയാം എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആ വീക്കെൻഡ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോൻ്റെ ഇവിടെ ഒരു പാട് ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ ഇടിയുണ്ടാക്കിയപ്പം എനിക്ക് വേദനയായിപ്പോയത് ഈ ഇടി ഇച്ചിരി മാറിയിരുന്നെങ്കിൽ അവൻ്റെ ഒരു കണ്ണ് പോക്കാം. അപ്പൊ അത്ര ബ്രൂട്ടലായിട്ട് പോലുമാണ് ക്ലാസ്സിൽ. പണ്ടൊക്കെ നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുഖമെങ്കിലും നമ്മൾ ഒഴിവാക്കി വെക്കും. മുഖമെങ്കിലും നമ്മൾ ഒഴിവാക്കും. കാരണം നമ്മൾ ചന്നം പിന്നെ വീശുക. ഇത് നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഇത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്. കാരണം വയലൻസ് ഭയങ്കര, പിന്നെ പത്രവാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ റാഗ് ചെയ്ത് ഇതൊക്കെ പണ്ട് തൊട്ടേ റാഗിങ്, നമ്മളൊക്കെ റാഗിങ് അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ റാഗ് ചെയ്ത് മീൻസ് നമ്മൾ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റാഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി ഭയങ്കര
ഭീകരമായിട്ട് കാണും. എല്ലാ കാലത്തും ഇതുണ്ടെങ്കിലും നമ്മൾ കൂടുതലും ശ്രദ്ധ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനത്തെ സിനിമകൾ വരുന്നതിന്റെ ഭാഗമായിട്ടായത് കൊണ്ട് മാത്രമാണ്. ഇത് എല്ലാ കാലത്തും ചർച്ച ചെയ്യും. സിനിമ വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനത്തെ ക്രൂരതകൾ നമ്മൾ ചർച്ച ചെയ്യുകയും ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡ് അതിൽ അവർ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയാൻ പാടില്ല. ഇപ്പം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് ഇതുവരെ മലയാളത്തിൽ ഇല്ലാത്തൊരു സിനിമ. അങ്ങനത്തെ ഒരു സിനിമ അവരുണ്ടാക്കുമ്പോൾ ഇന്നത് കൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ വന്നാൽ ഇത് ആരൊക്കെ കാണണം, ആരൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കാണരുത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹം സിനിമയെ വളരെ ലാഘവത്തോടെയാണ് കണ്ടേക്കുന്നത്. അവർ ഈ സർട്ടിഫിക്കേഷനെ ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ അല്പം കൂടെ അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന മാതാപിതാക്കളെ ഞാൻ ഈയിടയ്ക്ക് നേരിട്ട് കാണാറുണ്ട്. പിള്ളേരെ തന്നെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകുമ്പോൾ ഇതിൻ്റെ കിഡ്സ് സോൺ മാത്രം ഓണാക്കി വെച്ചിട്ട് പോകുന്ന പേരൻസിനെ ഞാൻ കണ്ടു. കാരണം മാർക്കോ റിലീസ് ചെയ്യുന്നുണ്ട്, അവർ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ അറിയാതെ മാർക്കോ കണ്ടു എന്ന് പറഞ്ഞ പേരന്റിനെ ഉൾപ്പെടെ. അപ്പം ചിലർ അതിൽ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അത്ര സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ടില്ല. പല കാര്യങ്ങളെയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സമൂഹത്തിൽ കാണുന്നത്. ഇപ്പം നാർക്കോട്ടിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പരന്ന് പിടിച്ചിട്ടുണ്ട്. അത് പത്രത്തിലെ ഒരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന ഒരു വാർത്തയായിട്ടോ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇത് സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രം ഇതൊരു വലിയ ഭീകര ഇഷ്യൂ ആയിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാവുകയും നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മാർക്കോ കണ്ടിട്ട് ആരെങ്കിലും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് പരിവാറിലൂടെ ഞങ്ങൾ നടത്തുന്നത്. നേരെ ഒരു സിനിമയിലൂടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഒരുക്കണ്ടേ? അത് പരിവാറിലൂടെ ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. അപ്പൊ മാർക്കോയെ കുറ്റപ്പെടുത്തുന്നവര് ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിനെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ടോണിയെ കുറ്റം പറയുന്നവർ സഹദേവനെ കണ്ടുപിടിക്കട്ടെ. അതെ, ടോണിയെ കുറ്റം പറയുന്ന സഹദേവനെ കണ്ടുപിടിക്കട്ടെ. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ ഇത്ര ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ സിനിമയോടുള്ള ആഗ്രഹവും ശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഈ ആരോഗ്യമാണ്. ആരോഗ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഇപ്പൊ എനിക്കത് എപ്പോഴും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഗുരുവിനെ കണ്ടായിരിക്കും പലപ്പോഴും പഠിക്കുക. അപ്പോൾ ജഗദീഷ് ചേട്ടൻ തന്നെ ഗുരുവായിട്ട് പലപ്പോഴും പറയാറുള്ളത് ശ്രീനിവാസൻ സാറിനെയാണ്. അപ്പൊ അദ്ദേഹമായിരുന്നു ആദ്യത്തെ 1-2-3 സിനിമകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്ത് വേണം, തിരക്കഥയെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നത്. അത് മാത്രം എടുത്തു. ശ്രീനിവാസൻ സാർ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിച്ചെന്ന് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ പറയുകയും ചെയ്തു. അത് എടുക്കുകയും ചെയ്തില്ല. എങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് അത് എടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖയാണ് അത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അല്ല, അത് ഈ പിന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ കള്ളുകൂടി അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ ഇതിനുള്ളൊരു സാധ്യത, പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ക്ലാസ്സിന്റെ സമയത്താണ്. ആ സമയത്താണ് ആദ്യമായിട്ട് പലപ്പോഴും പലരും ഒരു ബിയർ കുടിക്കുന്നത്. ഡിഗ്രിയുടെ ആ കാലത്ത് അതാണ് ഡിഗ്രി ഫൈനൽ ഇയർ. ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴാണ് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരു 8 പേരുണ്ടായിരുന്നു, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. 8 പേരിൽ 7 പേരും അന്നത്തെ മാഗ്നറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ബിയർ കഴിച്ചു. ഈ ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാൻ അതിന് സ്ട്രോങ് ആയിട്ട് എതിർത്തു. 8ൽ 7 പേരും കഴിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അത് എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഏതെങ്കിലും ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ഒന്നുമല്ല. ഞാനൊരു ഉറച്ച തീരുമാനം എടുത്ത് എനിക്ക് ബിയർ വേണ്ട എന്നൊരു തീരുമാനം എടുത്തു. അന്ന് മാത്രമല്ല, അന്നൊരു രസകരമായിട്ടുള്ള സംഭവം നടന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അദ്ദേഹം ഒന്നില്ല. അപ്പോൾ ഈ കൃഷ്ണനാണ് എല്ലാവർക്കും വേണ്ടി പേ ചെയ്തത്. എല്ലാവർക്കും വേണ്ടി പേ ചെയ്തു. ബിയറിന് വേണ്ടിയുള്ള കാശ് എല്ലാവർക്കും കൊടുത്തിട്ട് കൃഷ്ണൻ, ഞാനും താമസിക്കുന്നത് കൃഷ്ണൻ കരമനയാണ്, അതിൻ്റെ അടുത്ത പോയിന്റിൽ പാപ്പനംകോടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അടുത്ത് KSRTC തമ്പാനൂരിൽ നിന്ന് സിറ്റി ബസ്സിൽ ഞാൻ കയറിയിട്ട് ബിയറിൻ്റെ എത്രയോ കാശ് കൊടുത്ത കൃഷ്ണൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഒരു കരമന. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, നിന്റെ ടിക്കറ്റ് നീ എടുത്തോ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു 15 പൈസ മുടക്കാൻ മടി കാണിച്ച ആൾ ഇത്രയും പൈസ ബിയറിന് വേണ്ടി മുടക്കാൻ തയ്യാറായി. അതെൻ്റെ ലൈഫിൽ പിൽക്കാലത്തും ഒക്കെ ഉണ്ടായി. എവിടെ പോയി കഴിഞ്ഞിരുന്നാലും ആൾക്കാർ മദ്യത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇഷ്ടം പോലെ മുടക്കും.
നേരെ മറിച്ച് ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ മുകേഷ് പറയും ഇത് കഴിക്കാനുള്ളവർക്ക് തൊട്ടുവരുത്. പ്രിയദർശനം എന്നെ നട്ട്സ് എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് നട്ട്സ് എടുക്കാതെ ഇത് കുടിക്കുന്നുള്ളവർ ഇത് കുടിക്കുന്നവർക്കുള്ളതാ, മനസ്സിലായില്ല? നീ കുടിക്കുന്നില്ല, മിണ്ടായിരിക്കും. വെറും സോഡ ഒന്ന് എടുക്കാൻ പോയ ഇത് കുടിക്കുന്നവർക്കുള്ളത്, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ സിനിമയിലുണ്ട്. ഇത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പൊ അതിന് ആ മദ്യം കൂടിയ മദ്യത്തിന്റെ ബില്ലിന്റെ ഒരു ചെറിയ അംശമാണ് കുറച്ച് കപ്പലിന്റെയോ നട്ട്സോ, അതെടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അതൊരു വളരെ വിചിത്രമായിട്ടുള്ള കാര്യം, അന്നുണ്ടായ കാര്യം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ രസകരമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്, അല്ലാതെ അവരൊക്കെ വലിയ വില്ലന്മാരായിട്ടോ ഒന്നും കാണുന്നില്ല. നമ്മൾ ഇതിന്റെ ഇടയ്ക്കും ഇവർ കൈയൊക്കെ തട്ടിയില്ലെങ്കിലും ഇവർ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ നേരത്തെ ആരും കാണാതെ ഞാൻ കപ്പലിന്റെ കഴിച്ചിട്ടുണ്ട്. അത് വേറെ പ്രശ്നം. അതിൽ പരിഭവിച്ച് എന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ജഗദീഷ് ചേട്ടൻ മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. കാരണം ഞാൻ സിനിമ വന്ന കാലത്ത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്പനി കൂടുതലാണ് ഒരു ടീം രൂപപ്പെടുന്നതും അവർ മുന്നോട്ട് പല പടങ്ങളും ബെൽറ്റ് ഉണ്ടാവുന്നതും കാസ്റ്റ് ചെയ്യപ്പെടുന്നതും സോഷ്യൽ ഡ്രിങ്കിങ് എങ്കിലും മസ്റ്റാണ്, നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത്. പക്ഷെ ഇത്രയും വർഷം ജഗദീഷ് ചേട്ടൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളത്, അത് ഇതൊന്നും ഇല്ലാത്ത ഒരാള് ഇൻഡസ്ട്രിയിൽ എങ്ങനെ പിടിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജഗദീഷ് ചേട്ടൻ നായകനായിട്ട് വന്ന ഒരാളല്ല. നായകനായിട്ട് വന്നെങ്കിൽ ഓക്കെ, അയാൾക്ക് സ്റ്റാൻഡേർഡ് നിൽക്കാം. സപ്പോർട്ടിങ് ക്യാരക്ടർ റോളുകൾ ചെയ്തു വരുന്ന ഒരാൾക്ക് ഈ ടീമുകളിൽ വന്ന് പെട്ടാലല്ലേ ഈ ടീമുകൾ തന്നെയുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്നെ ഭയങ്കര ഞാൻ ചോദിച്ചിട്ടുണ്ട് ജഗദീഷ്. അല്ല, അത് ഇന്ന് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി ഒരു ആക്ടർ എന്ന നിലയിൽ ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ ആരോഗ്യം വേണം, അത് വേണമെങ്കിൽ കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത ഒന്നും അല്ല കേട്ടോ. അതൊന്നും ലാക്കാക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിഷ്ണു ചോദിച്ചതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റോളുകൾക്ക് കൂടുതൽ നമുക്ക് മിഴിവ് പകരാൻ കഴിയും, കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അത് യാതൊരു സംശയം വേണ്ട. ഒരു നമ്മുടെ ബോഡി കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ഏജിനെ ഓവർകം ചെയ്തിട്ടുള്ള ചില റോൾസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓടാൻ പറഞ്ഞാലോ ചാടാൻ പറഞ്ഞാലോ, നമ്മളിപ്പോൾ ഒരു ഓടാൻ പറയുന്നതൊക്കെ നമ്മള് ചെറുപ്പക്കാരുടെ കൂടെയാണ് ഓടേണ്ടി വരുന്നത്. അജയന്റെ ബേസിലിന്റെ കൂടെ ഓടുന്നു, ടൊവിനോയുടെ കൂടെ ബേക്കൽ ഫോർട്ട് ചാടി കയറി, ടൊവിനോയുടെ കൂടെ ആ ഫ്രെയിം ഔട്ടാകാതെ ടൊവിനോയുടെ കൂടെ ഡയറക്ടർ ജിതിൻലാൽ കൺഫ്യൂഷൻ ആയിരുന്നു, ചേട്ടാ അത് പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം. ടൊവിനോ കേടുന്ന ആ ഫ്രെയിമിൽ ഔട്ടാകാത്ത രീതിയിൽ ഞാൻ മുകളിൽ വരെ കയറി. അത് 3 ഷോട്ട് 3 ടേക്ക് എടുത്തു, 3 ആംഗിളിൽ നിന്ന് ടേക്ക് എടുത്തു. ഞാൻ ബേക്കൽ ഫോർട്ട് കയറി. അത് എനിക്ക് അത്യാവശ്യം ആരോഗ്യം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് തലേദിവസം മദ്യം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങനെ അതിന് വേണ്ടി അല്ലെങ്കിൽ പോലും അങ്ങനെ ഒന്നും ഇല്ലാത്തത് എനിക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയാൻ ഞാൻ ഒരുക്കമാണ്. ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് അങ്ങനെ സ്വയം. അതെ, ഇതിൽ ഇപ്പം ക്ലീൻ ഇമേജ് എന്ന് പറയുമ്പോഴാണ് അതിനകത്തൊരു ടെൻഷൻ. കാരണം വെച്ചാൽ ഈ മിസ്റ്റർ ക്ലീൻ എന്നുള്ളൊരു ഇമേജ് എനിക്ക് ചാർത്തി തരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ ഒരു മിസ്റ്റർ ക്ലീൻ അല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ. നേരെ മറിച്ച് സമൂഹത്തിന്റെ ഒരു മാതൃകയാണ് ജഗദീഷിനെ കണ്ടുപിടിക്കുക. അത് കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിഗ്രഹമൊന്നുമല്ല ഞാൻ. നമുക്ക് സാധാരണക്കാരൻ്റെതായിട്ടുള്ള ദേഷ്യമോ കോപോ അസൂയയോ എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു ജഗദീഷ് നന്മയുടെ പ്രതീകം അല്ല, നന്മയുടെ പ്രതീകമൊന്നും അല്ല. നമ്മുടെ എല്ലാ മനുഷ്യന്റെയും വികാരമുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളാണ്. പിന്നെ കുറച്ച് കൂടുതൽ ഇമോഷണലാണെന്ന് വേണമെങ്കിൽ പറയൂ, കൂടുതൽ സെന്റിമെന്റലാണെന്ന് വേണമെങ്കിൽ പറയൂ. അതിൽ സത്യസന്ധതയുണ്ട്. ഞാൻ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് കേട്ട് കരയുന്ന ആളാണ്. ഞാൻ പാട്ട് കേട്ട് കരയുന്നതാണ്. കൊച്ചുകുട്ടികൾ സമ്മാനം വാങ്ങുന്നത് കാണുമ്പോൾ ഞാൻ കരയുന്നതാണ്. എന്തിനാണ് കരയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വേദിയിൽ സമ്മാനം പ്രൈസ് ഗോസ് ടു എന്ന് പറയാൻ നേരത്തെ ഒരു കൊച്ചുകുട്ടി വന്ന് ഒരു സമ്മാനം വാങ്ങാൻ നേരത്തെ തിരിച്ചു നോക്കി ഇങ്ങനെ തൊഴുന്ന കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതെന്തിനു കരയുന്നതെന്ന് എനിക്കറിയില്ല. ടി വിയിലുള്ള ചില കൊച്ചു കുട്ടികളുടെ ചില പ്രസംഗങ്ങൾ, സ്മാർട്ടായിട്ടുള്ള പ്രസംഗങ്ങൾ, ചില തമിഴ് ചാനലൊക്കെ വയ്ക്കുമ്പം ചില കുട്ടികളുടെ പ്രസംഗമൊക്കെ നമ്മ എതുക്ക് இந்த மாதிரி சொல்றேன்னா நாம எல்லாம் குழந்தையானா கூட நம்ம அப்பா அம்மா கிட்ட ஒரே എന്നൊക്കെ പറയാൻ നേരത്തെ എനിക്ക് കണ്ണു നിറയും. അതേ കാണുമ്പോൾ എനിക്ക് കണ്ണു നിറയും. അപ്പൊ അത് അടുത്തേക്കുമ്പോൾ എൻ്റെ മോള് ചോദിക്കും എന്താ വെച്ചാൽ കരയുന്നത്? ഒന്നുമില്ല. അത് എൻ്റെ ഇപ്പൊ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് കണ്ണ് നിറയുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇമോഷണലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ജീവിയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ
നന്മയുടെ ആളൊന്നുമല്ല. ഈ സ്ത്രീധനം ഉണ്ടാക്കാനും അതുപോലെ വെൽക്കറ്റ് കൊടൈക്കനാൽ ഉണ്ടാക്കാനും ഒക്കെ ജഗദീഷ് ഒരു പുഷ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജോജു ഉറ്റ സുഹൃത്താണ്, അദ്ദേഹം ഒരു പുഷ് എടുത്തിട്ട് ഇപ്പൊ അദ്ദേഹം പണി വരെ ഉണ്ടാക്കി. പ്രശാന്ത് അലക്സാണ്ടർ അങ്ങനെ ഒരു പുഷ് എപ്പോഴും എടുക്കും? ഞാൻ പുഷ് എടുക്കുന്നുണ്ട്, പുഷിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എപ്പോഴേലും ഒക്കെ തെള്ളി അപ്പുറത്ത് എത്തിക്കും ഞാൻ. പ്രശാന്ത് ഹാർഡ് വർക്കിംഗ് ആണ്. പ്രശാന്തിന് ഈ പറഞ്ഞ പോലെ നായകൻ ആദ്യം വിഷ്ണു സൂചിപ്പിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞില്ലേ, നടൻ എന്ന് പറഞ്ഞില്ലേ, പ്രശാന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നായകൻ എന്നുള്ള വാക്കല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടറിലൂടെ ഈ പറയുന്ന പോലെ പുരുഷപ്രേതം പോലുള്ള ഒരു ബ്രേക്ക് വീണ്ടും ആഗ്രഹിക്കുന്ന ആളാണ്. അതിനുവേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വരെ റെഡിയാണ്. അതിൽ ഒരു സെക്കൻഡ് ഫിഡിൽ കളിക്കാൻ ഞാൻ റെഡിയാണ്. ഇത് ഈ പടവും ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുണ്ട്, ഡെഫിനറ്റ്ലി അധ്വാനം കാണാനുണ്ട് സത്യമായിട്ട് മനുഷ്യ. ഞാനാണ് മറ്റേ ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് ഞാൻ ഫഹദിനെ ഉത്സവനെ വിളിച്ച് ചാൻസ് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് ഒരു കഥയുണ്ട് ചേട്ടനൊന്ന് കേട്ടു വെക്കുന്നത്. നമ്മുടെ ആഗ്രഹ നടനാണ്. ഈ കൃഷ്ണന്റെ കാര്യം വെച്ചപ്പോഴാണ് രണ്ടുപേരും പുരുഷപ്രേതത്തിലുണ്ടായിരുന്നു, രണ്ടുപേരും വെബ് സീരീസിലുണ്ടെന്ന് അറിയാം. മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുന്നു എന്നൊക്കെ അറിയുന്നു. രണ്ടുപേരും ഉണ്ടോ അതിനകത്ത്? അല്ല, ഒന്നും ആയിട്ടില്ല. കൃഷ്ണാന്തിന്റെ മുഖ്യ വെച്ചും മോഹൻലാലിനെ വെച്ചും 2 സബ്ജക്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതല്ലാതെ വേറൊരു സബ്ജക്റ്റും പുള്ളി ഇപ്പം മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു സബ്ജക്ട് റെഡി ആക്കി. കൃഷ്ണാന്ത് സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആരെ വെച്ചെന്നുള്ള വിഷയമില്ല. ജഗദീഷ് ഈ പറഞ്ഞ എല്ലാത്തിലും ഉണ്ടാവുന്നുള്ള ആഗ്രഹിക്കുന്നു. ഇപ്പൊ വെബ് സീരീസ് ഞങ്ങൾ 2 ഉണ്ട്. 4.5 ഗ്യാങ് എന്ന് പറയുന്നത്, അത് സോണി ലീവിൽ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കും. അതിൽ പ്രശാന്തിന് വലിയ വേഷം അല്ലെങ്കിൽ നല്ല വേഷമാണ്. എനിക്കും ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ എപ്പിസോഡിലും വരുന്ന ഒരു വേഷമാണ്. ഞാനൊരു റൈറ്ററാണ്, എഴുത്തുകാരനായിട്ടാണ്.